കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് തീവ്രവാദത്തിൻ്റെ വളരെ നീണ്ട ഒരു ചരിത്രമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ചെറിയ നിഷ്കളങ്കമായ ഒരു സംസ്ഥാനമല്ല കേരളം. ചേകന്നൂർ മൗലവിയുടേത് അടക്കമുള്ള തീവ്രവാദത്തിൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിനുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് വെളിയിൽ നടന്ന ചില കൊലപാതകങ്ങളുടെ അന്വേഷണം, തീവ്രവാദത്തിൻ്റെ അന്വേഷണം വന്ന് നിന്നത് കേരളത്തിലാണ് എന്നും കേരളം തീവ്രവാദത്തിൻ്റെ ഒരു ഹബ്ബായി മാറുന്നു എന്നുള്ള ആരോപണവും രൂക്ഷമായ ആരോപണങ്ങൾ ഇൻ്റർനാഷണൽ ലെവലിൽ നേരിട്ടൊരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെ വെറുതെ നിഷ്കളങ്കമായ ഒരു സംസ്ഥാനമല്ല കേരളം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഒരു പ്രസ്താവന, ഇതുപോലുള്ള ഒരു പ്രസ്താവന, ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെ, ഇന്ത്യ നിരോധിച്ച തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ പറഞ്ഞ പ്രസ്താവനകളെ അതേ വിലയ്ക്ക് എടുത്ത് വെച്ചിട്ട് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അത് അത്ര നിഷ്കളങ്കമല്ല. വളരെ കൃത്യം. അദ്ദേഹത്തിന് അത് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, സ്കൂളുകളിലെ യൂണിഫോമിനെ കുറിച്ച് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, ഇവിടെ നടന്ന കോടതി വിധികളെ കുറിച്ച് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, വളരെ കൃത്യമാണ്, വളരെ മനഃപൂർവ്വമാണ് അത് നടത്തിയത് എന്നുള്ളത് നമുക്ക് അത് ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കേരളത്തിൽ ഒരു കാലത്ത് തീവ്രവാദ ഇപ്പോൾ SDPI തീവ്രവാദ ഈ PFIയുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാന സംഘടനയാണത്. അതിനു മുൻപ് ഈ PFI എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഉണ്ടായതിൻ്റെ വലിയ ചരിത്രമുണ്ട്. അതിന് കമ്മ്യൂണിസ്റ്റുകാർ ഉത്തരവാദികളാണ്, ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഉത്തരവാദികളാണ്. അവരുടെ എല്ലാം ഇപ്പോൾ തുടരുന്ന, ഇപ്പോൾ ഈ കാണിക്കുന്ന SDPIയുടെ ഈ നിലപാടിനോട് ഇപ്പോൾ കാണിച്ച SDPI എന്ന പേര് പോലും എടുത്തു പറയാൻ കാണിച്ച ആ പേടിയുണ്ടല്ലോ, ആ പേടി ഇവർ ഒരുപാട് കാലഘട്ടങ്ങൾ കാണിച്ചതിൻ്റെ ഫലമായിരുന്നു PFI എന്ന് പറയുന്ന ആ തീവ്രവാദ സംഘടന ഇവിടെ വളർന്നതും ആളുകളെ കൊല്ലാൻ പാകത്തിലേക്ക്, അവലും മലരും കുന്തിരിക്കം എന്ന് പറയുന്ന തലത്തിലേക്ക് ഇവിടെ വളരാൻ പാകത്തിൽ അവരെ വളർത്തിയത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, കോൺഗ്രസ് എന്ന് പറയുന്ന, കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അതിതീവ്രമായ മൗനത്തിൻ്റെ ഫലമായിരുന്നു അത് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ മനസ്സിലാക്കണം നമ്മൾ SDPI എന്തുകൊണ്ട് ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പേരെടുത്ത് പറയാൻ പേടിക്കുന്നു എന്നുള്ളത്. എന്ന് വെച്ചാൽ അടുത്ത ഒരു വളർച്ചയിലേക്കുള്ള ചുവടുവെപ്പാണിതല്ല. PFI എങ്ങനെ ഇവിടെ പടർന്ന് പന്തലിച്ചോ അതുപോലുള്ള മറ്റൊരു തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് പടർന്ന് പന്തലിക്കാനുള്ളതിൻ്റെ മൗന അനുവാദമാണ് ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ഇവിടെ വളർത്താൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടിയുള്ള ഒരു മൗന അനുവാദമാണ് ഈ കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ള ഏറ്റവും ഭീകരമായ വസ്തുത. ഇനി നമ്മൾ ക്രിസ്ത്യാനികൾ കൃത്യമായി ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് സെൻട്രിസ്റ്റ് പൊളിറ്റിക്സ് ആണ്. ഈ പൊളിറ്റിക്സ് ക്രിസ്ത്യാനിറ്റിയെയും ഇസ്ലാമിനെയും രണ്ട് സൈഡിൽ നിർത്തുമ്പോൾ ഈ ഐഡിയോളജി, ഈ കോൺഗ്രസിൻ്റെ ഈ പൊളിറ്റിക്കൽ ഐഡിയോളജി ഒരിക്കലും ക്രിസ്ത്യാനിറ്റിയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഈ ഐഡിയോളജി പേറുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നും ക്രിസ്ത്യാനിറ്റിയുടെ മുതുകത്ത് കയറാൻ ഇസ്ലാമിനെ അത് അനുവദിച്ചിട്ടേ ഉള്ളൂ. ആ രീതിയിൽ ഇപ്പം സെക്കുലറിസം അടക്കമുള്ള കാര്യങ്ങളിൽ ഈ പൊളിറ്റിക്കൽ ഐഡിയോളജി എന്നും ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ നോക്കിയിട്ടേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ അടുത്ത് നിന്നും ഈ കാര്യത്തിൽ എത്രത്തോളം സപ്പോർട്ട് കിട്ടുമെന്നുള്ളത് ക്രിസ്ത്യാനികൾ ജാഗ്രതയോടെ മനസ്സിലാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ബുദ്ധിമുട്ട് നിറഞ്ഞ കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ പുറകിൽ നിന്ന് കുത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. രണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ലോകത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ മാത്രമേ ഇത് ശ്രമിച്ചിട്ടുള്ളൂ. അങ്ങനെ ലോകത്ത് എവിടെയെല്ലാം ഇത് ക്രിസ്ത്യാനിറ്റിയെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ കേരളത്തിൽ മാത്രം അതിനൊരു അപവാദം ഉണ്ടാകുമെന്ന് നമ്മൾ ചിന്തിക്കരുത് ഒരിക്കലും. കാരണം ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഐഡിയോളജി എല്ലാ കാലത്തും ക്രൈസ്തവ വിരുദ്ധമാണ്. അതുമാത്രമല്ല, ക്രൈസ്തവരെ എല്ലാ കാലത്തും തകർക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഈ ഇടതുപക്ഷത്തിൻ്റെ ചുവട് പിടിച്ച് നിൽക്കുന്നവർ ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ക്രിസ്ത്യാനിറ്റിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ക്രിസ്ത്യാനികളുടെ മുതുകത്ത് കയറാൻ ഇസ്ലാമിസ്റ്റുകൾക്ക് എല്ലാവിധ അനുവാദങ്ങളും കൊടുത്ത്, അത് ബ്രിട്ടനിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും സ്പെയിനിലാണെങ്കിലും അങ്ങനെ ഇടതുപക്ഷം ഭരിക്കുന്ന എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും, അതുപോലെ അമേരിക്കയിൽ ഇപ്പോൾ ബൈഡന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന അത് സെൻട്രിസ്റ്റ് ആണ്, അത് കോൺഗ്രസിനോട് അനുഭാവം പുലർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അപ്പോൾ ഈ ഇടതുപക്ഷം എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ക്രിസ്ത്യാനികളെ തകർക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കേരളത്തിൽ മാത്രം ക്രിസ്ത്യാനിറ്റിയെ ഇവർ ഒന്ന് ചിരിച്ചു കാണിച്ചു എന്നുള്ളത് കൊണ്ട് ക്രിസ്ത്യാനിറ്റിയെ തകർക്കുക എന്നുള്ളത് ഇവരുടെ അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്ന് ഇവർ പിന്മാറില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട്, അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കേണ്ടത്, ബുദ്ധിമുട്ട് വരുന്ന കാലഘട്ടത്തിൽ ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മളെ പുറകിൽ നിന്ന് കുത്തുകയും നമ്മളെ ഇല്ലായ്മ ചെയ്യാനും തകർക്കാനും ശ്രമിക്കുകയും ഇസ്ലാമിസ്റ്റുകളെ മാത്രം സപ്പോർട്ട് ചെയ്ത ചരിത്രം മാത്രമാണ് ഇവർക്കുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.